5 വർഷം കൂടുമ്പോൾ കേരളീയർ അവരുടെ ഇഷ്ടം മാറ്റി മാറ്റി പ്രയോഗിക്കുന്നതാണ്. ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തിലേക്കും മാറുന്നതാണ്. അതിൽ വ്യത്യസ്തമായത് 2021 മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. ആ 2021 തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് തന്നെ വളരെ അസാധാരണ സാഹചര്യത്തിലുണ്ടായതാണ്. ഒരു ട്രെൻഡല്ല. അതൊരു ഒരു ഒരു വൺ ഓഫ് എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്രീക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ഇലക്ഷനാണ്. കാരണം അത് പ്രത്യേക കോവിഡിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ സവിശേഷ പോലെ അതെ സാഹചര്യത്തിലായിരുന്നു. സവിശേഷ സാഹചര്യത്തിലാണ്. അതൊരു പ്രവണതയല്ല, അതൊരു അവഭ്രംശമാണെന്ന് വേണമെങ്കിൽ പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയാം. ട്രെൻഡല്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോവിഡാണ്. കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ഇതുപോലെ മഹാമാരികളുടെയും മഹായുദ്ധങ്ങളുടെയൊക്കെ കാലത്ത് ഏഹ്, നിലവിലിരിക്കുന്ന ഭരണവ്യവസ്ഥയോട് ഒരു ആഭിമുഖ്യം പുലർത്തുക എന്ന് പറയുന്നത് ലോകമാകെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഒരു ശക്തനായ ഭരണാധികാരി എന്ന് സമൂഹം കാണുന്ന ഒരു വ്യക്തിയാകുമ്പോൾ പ്രത്യേകിച്ചും ഏഹ്, നമ്മുടെ ഒരു നമ്മളുടെ എല്ലാം ഉള്ള ദൗർബല്യത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു കാലത്ത് ഒരു ഒരു നാഥൻ. അതിജീവനത്തെ നയിച്ച അതെ, ഒരാൾ എന്നുള്ളതല്ലേ? അതിജീവനത്തിന് നയിക്കുന്ന ഒരു നാഥനുണ്ട് നമുക്ക്, സാധനമുണ്ടോ? ഒരു കപ്പിത്താനുണ്ട് ഈ അതെ. കപ്പലിന് എന്ന് പറയുന്നത് പോലെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തുടർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.